പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹവന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്രിസ്തീയ ലോകത്തുള്ള ഭക്തന്മാരായ ചില ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ എഴുതിയിട്ടുള്ളത് അനേകർ പാടി ദൈവസ്വരത്തിൽ ആനന്ദിക്കുന്നതുമായിട്ടുള്ള ചില ക്രിസ്തീയ ഭക്തി ഗാനങ്ങളുടെ വരികളിൽ പിന്നീട് വന്ന ആളുകൾ എഴുത്തുകാരായ ആളുകളുടെ അനുവാദമോ അറിവോ കൂടാതെ മാറ്റിയിട്ടുള്ള ചില തിരുത്തലുകളെ സംബന്ധിച്ചാണ് ഒരു വിശദീകരണം പറയാൻ ദൈവസഭയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറയാൻ കാരണമായി തീർന്നത് സമീപ ദിവസങ്ങളിലായി ഒരാള് വളരെ കാലങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പാട്ടിലെ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റാൻസയിൽ ആരോ ചിലർ വരുത്തിയ ഒരു മാറ്റവും ആ മാറ്റം ഉൾക്കൊണ്ട ആശയത്തിന്റെ മാറ്റവും അദ്ദേഹം സ്നേഹബുദ്ധിയ വിശകലനം ചെയ്യുകയുണ്ടായി. അത് കണ്ടപ്പോഴാണ് വാസ്തവത്തിൽ ഇത് അക്ഷന്തേപികമായിരുന്ന ഒരു അപരാധമാണല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണല്ലോ എന്നുള്ള ചിന്ത എന്റെ ഹൃദയത്തെ മതിക്കുവാൻ ഇടയായി തീർന്നത്. ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, നമുക്ക് മുമ്പ് മൺമറഞ്ഞു പോയ ഭക്തന്മാരായ അനേക ആളുകൾ തങ്ങളുടെ ജീവിത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ അവർക്ക് നൽകിയ പ്രകാശം അനുസരിച്ച് അവർ തങ്ങളുടെ തൂലിക കൊണ്ട് കുത്തിക്കുറിച്ചുള്ള അനുഭവ ഗാനങ്ങളാണ് ഈ കഴിഞ്ഞ തലമുറയും ഈ തലമുറയും പാടിക്കൊണ്ടിരിക്കുന്നത്. ആ കാലത്ത് ദൈവഭക്തനായിരുന്ന ഏതോ ഒരാള് എഴുതിയൊരു പാട്ടാണ് സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ എന്നുള്ള പാട്ട്. എന്റെ ബാല്യകാലം മുതല് ഈ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. എല്ലാവരും ഏറ്റുപാടുന്ന മനോഹരമായ ഒരു പാട്ടാണ്. ആ പാട്ടിന്റെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റാൻസയിൽ മലയാള ഭാഷയിൽ സാമാന്യേന ഉപയോഗിക്കാത്ത ഒരു വാക്ക് അതിൽ ആ എഴുത്തുകാർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: യേശു മണവാളൻ ചേർത്തിടും വേഗം മാശില്ല മണവാട്ടിയായതിന് എന്നാണ്. യേശു മണവാളൻ ചേർത്തിടും വേഗം മാശില്ല മണവാട്ടിയായ നിന്നെ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. പാടി വന്ന ആളുകളിൽ ആർക്കും ഒരാൾക്കൊരു സുഖവും തോന്നി. ഈ മാഷില്ല മണിയായ എന്നുള്ള വാക്ക് അത്ര സുഖമില്ല. മാഷില്ല മണവാട്ടിയായ നിന്നെ. ഈ തിരുത്തിയ ആളിന്റെ വാസ്തവത്തിൽ ഈ മാഷില്ല എന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ വയ്യാനിട്ടാണ് ഈ അബദ്ധം അവിടെ ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാട്ടുകാരൻ എഴുതി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് നൽകിയ സുഹൃതം അദ്ദേഹം ഭാഷയിൽ കൂടെ വിന്യസിപ്പിക്കുകയാണ്. കവിയുടെ ഭാവന സമ്പന്നതയും അദ്ദേഹത്തിന്റെ പദവിന്യാസങ്ങളും അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ട ഒന്നാണ്. അത് തിരുത്തുവാൻ അനുവാദികരായ ആളുകൾക്ക് അവകാശമില്ല. എഴുതിയ കവിക്ക് മാത്രമേ അതിനുള്ള അധികാരവും അവകാശവും. മാഷില്ല എന്ന വാക്കിന്റെ അർത്ഥം അതൊരു വിദേശ പദമാണ്. ആ പദത്തിന്റെ അർത്ഥം സൗന്ദര്യമുള്ള, അതുപോലെ പൂർണ്ണതയുള്ള, കുറവുകളില്ലാത്ത, പിന്നെ സമ്പൂർണയായ എന്നുള്ള അർത്ഥമാണ്. കർത്താവിന്റെ സഭയെ ക്രിസ്തുയേശുവിൽ പിതാവായ ദൈവം സമ്പൂർണതയുള്ള മണവാട്ടിയായിട്ടാണ് കാണുന്നത്. അപ്പം യേശു കർത്താവായ യേശു വേഗം വരികയും സമ്പൂർണതയുള്ള അല്ലെങ്കിൽ കുറവില്ലാത്ത നിഷ്കളങ്കയായ പൂർണ്ണതയുള്ള തന്റെ മണവാട്ടിയെ തന്റെ സൗഹൃദത്തിലേക്ക് ചേർക്കുകയും ചെയ്യും എന്നുള്ള അർത്ഥമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതാണ് അദ്ദേഹം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ തിരുത്തൽവാദികൾ അത് തിരുത്തിയപ്പോൾ ശോഭിത മണവാട്ടിയായതിനെ എന്ന് അത് തിരുത്തി. അതിനകത്ത് ആശയപരമായി തെറ്റെന്ന് ചോദിച്ചാൽ വലിയ തെറ്റില്ല. കാര്യം കർത്താവിന്റെ സഭ ശോഭ പരിപൂർണയാണ്. എന്നാൽ അതിനേക്കാളും അർത്ഥം സമ്പുഷ്ടമാണ്. മാഷില്ല മണവാട്ടി എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ യാതൊരു കുറവുമില്ലാത്ത, കളങ്കവുമില്ലാത്ത മണവാട്ടിയായ നിന്നെ യേശു മണവാളൻ വേഗത്തിൽ ചേർത്തിടും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ വാസ്തവത്തിൽ ആ കവി അറിയാതെ അത് തിരുത്തിയത് തെറ്റായ ഒരു പ്രവണതയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമത് വേറൊരു പാട്ടിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു കവി എഴുതിയ പാട്ടാണ്. അമേരിക്കയിലെ ഷിക്കാഗോയിൽ ജീവിച്ചിരുന്ന വളരെ പ്രായമുള്ള ഒരു 87-88 വയസ്സ് പ്രായമുള്ള
ഒരു പിതാവാണ് മത്തായി സി സാക്കുട്ടി പാസ്റ്റർ. അതായത് ഫേസ്ബുക്കിലൊക്കെ ബിഷപ്പ് മത്തായി സി സാക്കുട്ടി എന്ന പേരിൽ അറിയാൻ കഴിയും. ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ കൂട്ടത്തിലെ എവർഗ്രീൻ പാട്ടായിരിക്കുന്ന സഭാഭേദമന്യെ എല്ലാവരും ഏറ്റുപാടുന്ന മനോഹരമായ ഒരു പാട്ടുണ്ട്. എന്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ എന്നുള്ള പാട്ട്. അദ്ദേഹം വടക്കേന്ത്യയിലായിരുന്ന സമയത്ത് ഒരു സർജറിക്കായി വിധേയപ്പെടുകയും ആ സർജറിയുടെ വേദനയിൽ അദ്ദേഹം പുളഞ്ഞതായ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പോസ്റ്റ് സർജിക്കൽ പീരീഡിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നൽകിയ നല്ല ചിന്തകളെ അദ്ദേഹം ക്രോഡീകരിച്ചുകൊണ്ട് അത് കാൽവരിലെ ക്രൂശിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു അനുഭവിച്ച വേദനയും തന്റെ വേദനയുമായി താരതമ്യം ചെയ്യുമ്പോൾ തന്റെ വേദന ഒന്നുമില്ലല്ലോ എന്നുള്ള ദൈവപ്രകാശം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് പരിശുദ്ധാത്മാവ് നൽകിയതായും ആ സമയത്ത് കർത്താവായ യേശു രാജാവായി വേഗത്തിൽ വരുമെന്നും ആ സമയത്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് താൻ ചേർക്കപ്പെടുമെന്നും ഉള്ള പ്രത്യാശ തന്നിലുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ ഞാനും പറന്നുയരും എന്നുള്ള ശീല് അദ്ദേഹം എഴുതിയത്. എന്നാൽ പിന്നീട് വന്ന തിരുത്തൽവാദികളായ ചില ആളുകൾ ആ പാട്ടിനകത്ത് ഒരു തിരുത്തുണ്ടാക്കി. അവൻ വേഗത്തിൽ വാനിൽ വെളിപ്പെടുമ്പോൾ എന്നാക്കി. എഴുത്തുകാരൻ പറയുന്ന അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ എന്നാണ്. ഇതിന് മുഖാന്തരമായ ഒരു കാരണമുണ്ട്. ആ കാരണം കൂടെ ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ആ കാരണം എന്ന് പറയാം. 1880-കളിൽ 800-ന്റെ മധ്യാഹ്നത്തിന് ശേഷം ജെ.എൻ. ഡാർബി എന്ന് പറയുന്ന വേദവ്യാഖ്യാതാവ് വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനവും ഭാവി തത്വശാസ്ത്രത്തിന്റെ വ്യാഖ്യാനവുമായി ഇവിടെ അദ്ദേഹം രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹമാണ് വാസ്തവത്തില് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് 2 പതനങ്ങളുണ്ടായിരുന്നു. അത് മഹാപീഡന പൂർവ്വ പതനം, മഹാപീഡന ഉത്തര പതനം എന്നിങ്ങനെ 2 പതനങ്ങളെ സംബന്ധിച്ച് പഠനം ഉണ്ടാക്കിയത്. വേദപുസ്തക ചരിത്രത്തിന്റെ ആദ്യയാമം മുതൽ ഇതുവരെയും ഉള്ള ചരിത്രത്തിൽ, അതായത് 18-ാം നൂറ്റാണ്ട് വരെയുമുള്ള ആംഗലേയ ലോകത്തെ വേദവ്യാഖ്യാതാക്കളും മറ്റും കർത്താവായ യേശു ഭൂമിയിലേക്ക് രാജാവായി മടങ്ങി വരും, തന്റെ സഭയെ കൈക്കൊള്ളും, കർത്താവിന്റെ മക്കളെ കൈക്കൊള്ളും എന്നുള്ള ഒരു പൊതു ഉപദേശമല്ലാതെ കർത്താവ് സഭയെ കൈക്കൊള്ളുവാനായി മധ്യാകാശത്തിൽ വരും എന്നൊരു പഠനം ആംഗലേയ ലോകത്തും ക്രൈസ്തവ ലോകത്തും ഉണ്ടായിരുന്നില്ല. 1930-40-കളിൽ മഹാകവി KV സൈമൺ സാറ് അങ്കമാലി, പറവൂർ മുതലായ സ്ഥലങ്ങൾ സന്ദർശിച്ച് തമിഴ് ഡേവിഡുമായി ചേർന്ന കർത്താവിന്റെ വേലയിൽ വ്യാപിച്ചിരിക്കുമ്പോൾ അവിടെ ആ കാലത്ത് തമിഴ് ഡേവിഡ് കർത്താവായ യേശു തന്റെ സഭയെ ചേർക്കുവാനായി മധ്യവാനിൽ വെളിപ്പെടും എന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പറവൂർ, അങ്കമാലി, തൃശൂർ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന നസ്രാണികളായ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തു സഭയെ ചേർക്കുവാൻ വാനിൽ വെളിപ്പെടും എന്നുള്ള ആ പ്രസംഗ വിഷയം, ഉപദേശ വിഷയം ഒരു നൂതനമായ ആശ്ചര്യ വിഷയമായിട്ടാണ് അനുഭവപ്പെട്ടത്. കർത്താവ് വരും എന്നുള്ള വിശ്വാസമല്ലാതെ സഭയെ ചേർക്കുവാനായി വാനിൽ വരും എന്നുള്ള ഉപദേശം ആ കാലത്തെ ക്രിസ്തീയ വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് വടക്കൻ പ്രവിശ്യയിൽ ആർക്കും അറിയാമായിരുന്നില്ല എന്ന് സൈമൺ സാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ വാസ്തവത്തില് ഡാർബി മുതലാണ് മറഞ്ഞു കിടന്ന ഈ ഉപദേശ സത്യം കുറെ കൂടെ പ്രകാശിതമായി സഭ മഹാപീഠത്തിൽ കടന്നു പോവുകയില്ല, അതിന് മുമ്പ് തന്നെ കർത്താവ് വരികയും തന്റെ സഭയെ ചേർത്തുകൊണ്ടിട്ടുള്ള ഉപദേശം സ്ഥിരപ്പെടുത്തുന്നതാണ്. അപ്പോൾ വാസ്തവത്തില് ഈ പാട്ടുകാരൻ എഴുതിയപ്പോൾ അവൻ രാജാവായി വാനിൽ വെളിപ്പെടും എന്നിരിക്കുന്നത് കർത്താവായ യേശു സഭയെ ചേർക്കാൻ വരുമ്പോൾ രാജാവായിട്ടല്ല വരുന്നത്, സഭയെ ചേർക്കാൻ വരുന്ന മണവാളനായിട്ടാണ്. അത് രാജാവായിട്ട് യേശു ക്രിസ്തു വരുന്നത് സഭ എടുക്കപ്പെട്ട ശേഷം 7 വർഷങ്ങൾക്ക് ശേഷം ഒലിവുമലയിൽ ലോകത്തിന്റെ മുമ്പാകെ എല്ലാവരും കാണുക അവൻ പ്രത്യക്ഷനാകുന്ന അവന്റെ മഹത്വ പ്രത്യക്ഷത്തിലാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതില് ഒരു ഉപദേശ വിരുദ്ധത ഉണ്ടെന്ന് ആർക്കോ ഒരു ഉപായ ബുദ്ധി തോന്നിയിട്ട് അവര് ഈ പാട്ടുകാരന്റെ എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യത്തെ മറികടന്ന് അവരെഴുതി വെച്ചു, അവൻ വേഗത്തിൽ വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറഞ്ഞിരുന്നു. ഇവിടെ ഒരു കണക്ഷൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു സഭയെ ചേർക്കാൻ വരുമ്പോൾ വരുന്നത് രാജാവായിട്ടല്ല. രാജാവായി ഭൂമിയെ വാഴാൻ വരുന്നത് മഹാപീഡന കാലഘട്ടത്തിന്റെ 7 സംവത്സരത്തിന് ശേഷം കർത്താവായ യേശു തന്റെ സഭയുമായി, പ്രതിഫലാർഹയായ സഭയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന തന്റെ മഹത്വ പ്രതീക്ഷയിലാണ്. അവിടെ വെച്ചാണ് അവന് എതിർ ക്രിസ്തുവിനോട് യുദ്ധം ചെയ്തവനെ തോൽപ്പിക്കുന്നതും യഹോശാഫാത്ത് താഴ്വരയിൽ വെച്ച് ഇസ്രായേലിനെ ന്യായം വിധിക്കുന്നതും ചുറ്റുപാടുമുള്ള ജാതികളുടെ രാജ്യങ്ങളെ ന്യായം വിധിച്ച്
താൻ സ്ഥാപിക്കാൻ പോകുന്ന രാജ്യത്തിലേക്ക് പ്രവേശനം വിളംബരം ചെയ്യുന്നതും 1000 ആണ്ടേക്കുള്ള തന്റെ വാഴ്ച സമാരംഭിക്കുന്നതും. ഇതാണ് വേദപുസ്തകത്തിന്റെ ഉപദേശ സത്യത. ഭാവി തത്വശാസ്ത്രത്തിന്റെ ഏറ്റവും ക്രമമായ കർമ്മപരിപാടി അങ്ങനെയാണ്. എങ്കിലും ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. There was no time in the ages past, present or future that Christ was not the king. കർത്താവായ യേശു രാജാവ് അല്ലാതിരുന്ന ഒരു സമയവും വിശ്വചരിത്രത്തിലെ നിത്യതയിലോ ഗതകാല നിത്യതയിലോ ഇപ്പോഴത്തെ കാലത്തിലോ ഇല്ല. അവൻ നിത്യരാജാവായ വ്യക്തിയാണ്. നീ എന്റെ പുത്രന് ഇന്ന് ഞാൻ നിന്നെ രാജാവായി വാഴിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തവൻ നിത്യതയിലാണ് അവനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. വിശേഷാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും അവന്റെ മനുഷ്യത്വത്തെയും ചോദ്യം ചെയ്ത അറിയൂസ് എന്ന് പറയുന്ന പൂർവിക വേദവിപരീതി അത്താനിയോസിയോസ് എന്ന് പറയുന്ന അന്ത്യോക്യയിലെ സഭാ ബിഷപ്പിന്റെ മുമ്പാകെ സഭാ കൗൺസിലിൽ വെച്ച് ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യം, പുത്രനായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തെക്കാൾ അല്പം താഴ്ന്ന നിലവാരത്തിലുള്ള ആളാണെന്ന് പറയുമ്പോൾ പുത്രനായ ക്രിസ്തു ആർക്ക് പുത്രനാണ് എന്ന് അത്താനിയോസ് ചോദിച്ചു. പിതാവായ ദൈവത്തിന് പുത്രനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം വേറൊരു ചോദ്യം ചോദിച്ചു, പിതാവായ പുത്രന് എന്നു മുതലാണ് ഈ പുത്രനായത്? അപ്പൊ അദ്ദേഹം മൗനം പാലിച്ചു. നിത്യതയ്ക്ക് അല്പം താഴെ എന്ന് പറഞ്ഞു വാക്യം ചോദിച്ചു, വാക്കിയില്ല. അവരെ അത്താനിയോസ് അവിടെ പ്രസ്താവിച്ചത് കർത്താവായ യേശു നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്രനാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പുത്രത്വത്തിനാകട്ടെ പിതാവിന്റെ പിതൃത്വത്തിനാകട്ടെ ആരംഭവും അവസാനവും ഇല്ലാതെയാൽ അവൻ നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്രനാണ്. നീ എന്റെ പുത്രനെ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞവൻ അവന് നൽകിയതാണ് അവന്റെ രാജ്യത്വം. അവൻ നിത്യരാജാവാണ്. അപ്പൊ നാം വായിക്കുന്ന രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാതെ വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണുവാൻ കഴിയാത്തവനുമായിട്ടുള്ള വ്യക്തിയാണ് കർത്താവായ യേശു. അതുകൊണ്ട് പാട്ടുകാരന്റെ തൂലികയിൽ അദ്ദേഹം ധ്യാനിച്ചെഴുതിയ പദത്തിൽ യാതൊരു തെറ്റുമില്ല. കർത്താവ് സഭയെ ചേർക്കാൻ വരുമ്പോഴും അവൻ രാജ്യം സ്ഥാപിക്കാൻ അല്ല അപ്പോൾ വരുന്നത്, എന്നാലും അവൻ രാജാവ് തന്നെയാണ്. അതിനുശേഷം 7 വർഷങ്ങൾക്ക് ശേഷം കർത്താവായ യേശു ഒലിവമലയിൽ വന്ന് തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോഴും അവൻ രാജാവാണ്. അവൻ നിത്യരാജാവാകിയാൽ, സത്യദൈവവും നിത്യജീവനുമാകിയാൽ, നിത്യരാജാവാകിയാൽ ഈ പാട്ടിന്റെ ലൈനിൽ ഏതെങ്കിലും നിലയിലുള്ള കറക്ഷൻ ഉപദേശകരമായ തെറ്റുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. മൂന്നാമത് വേറൊരു പാട്ടിനെ കുറിച്ച് ഞാൻ പറയാം. അത് എം വി ചെറിയാൻ സാർ എഴുതിയ ഒരു പാട്ടാണ്. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി എന്നാണ് ആ പാട്ട്. ആ പാട്ടിനകത്ത് പല ആളുകളും പാടുമ്പോൾ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ആ ക്ഷണത്തിൽ എന്നാണ് പാടുന്നത്. മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ആ ക്ഷണത്തിൽ. എന്നാല് ചെറിയാൻ സാർ തന്നെ കുമ്പനാട്ട് നടന്ന ഒരു മഹായോഗത്തിൽ നേരിട്ട് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ വാചകം എന്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം പറയുകയാണ്, താൻ ഈ പാട്ടെഴുതുമ്പോൾ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട അരക്ഷണത്തിൽ എന്നാണ് താൻ ഉദ്ദേശിച്ചത്. അവിടെ ഈ അരക്ഷണം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ, കൺപീലി വെട്ടുന്ന സമയത്തിനുള്ളിൽ എന്നാണ്. ഒരു ഹൈപ്പർബോളിക് എക്സ്പ്രഷനാണ്, അതിശയോക്തി പ്രയോഗമാണ്. ഒരു 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 അരനിമിഷം എന്നാണ് ഉദ്ദേശിച്ച വാക്കിന് അതിന്റെ ശരിയായ ഭാഷാന്തരം എന്ന് പറയുന്നത് 1 millionth of a second എന്നാണ്. ഒരു സെക്കൻഡിന്റെ 10 ലക്ഷത്തിൽ ഒരംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് കണക്കാക്കാൻ കഴിയാത്ത വിധം കണിക മാത്രമായ സമയത്തിനുള്ളിൽ ഞാൻ അവന്റെ സ്നേഹത്തിൽ മറയപ്പെട്ടു, അവന്റെ ക്രോധത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാസ്തവത്തില് അത് പാടുമ്പോൾ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട അരക്ഷണത്തിൽ എന്നാണ് ശരി, ആ ക്ഷണത്തിൽ എന്നല്ല. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയ മറ്റൊരു പാട്ടാണ് മകൾ പ്രേമം മകൾ പ്രേമം പരലോക പിതാവുതാൻ എന്ന മനോഹരമായ പാട്ട്. നമ്മുടെ ആരാധന വേദിയിലൊക്കെ നമ്മൾ സാധാരണയായി പാടുന്ന പാട്ടാണ്. ഈ മകൾ പ്രേമം എന്ന വാക്ക് പിന്നീട് ചില പാഠപുസ്തകത്തിനകത്ത് മകൾ സ്നേഹം എന്നാക്കി. വാസ്തവത്തിൽ ഇംഗ്ലീഷിലെ സ്നേഹത്തിന് ഒരൊറ്റ പദവേ ഉള്ളൂ, അതിന് ലവ് എന്നാണ് ഉപയോഗിച്ചത്. ലവ് എന്ന പദത്തിന് സ്നേഹം എന്നാണ് ഇതിന്റെ അർത്ഥം. ഗ്രീക്കിൽ 3 പദങ്ങളുണ്ട്. അഗാപ്പാവോ എന്ന് പറയുന്നൊരു വാക്കുണ്ട്, അഗാപ്പേ എന്ന് പറയും. അഗാപ്പേ എന്ന വാക്കുണ്ടായത് അഗാപ്പാവോ എന്ന് പറയുന്ന റൂട്ടിൽ നിന്നാണ്. അതിന് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നാൽ മറ്റൊരു സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ഫിലിയോ എന്നാണ് പറയുന്നത്. ഫിലിയോ എന്ന വാക്കിന് മനുഷ്യനോടും സഹജീവികളോടും ദൈവത്തോടുമുള്ള സ്നേഹം, അതാണ് ഫിലിയോ. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുവാൻ വേറൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഈറോസ് എന്നാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത്
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, അതായത് കമിതാക്കൾ തമ്മിലുള്ള നിർവ്യാജമായിരിക്കുന്ന സ്നേഹത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. ഗ്രീക്ക് സാഹിത്യത്തിൽ അങ്ങനെ ഉള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം മനുഷ്യനെ സ്നേഹിച്ച സ്നേഹം അഗാപ്പെ ലവാണ്. മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നതും മനുഷ്യനോട് സ്നേഹിക്കുന്നതും ഫിലിയോ എന്ന് പറയുന്ന സ്നേഹമാണ്. ഫിലേമോൻ എന്ന വാക്ക് പേരിന്റെ അർത്ഥം തന്നെ ആ അർത്ഥത്തിലാണ് വരുന്നത്. സ്നേഹം പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ സ്നേഹമുള്ളവർ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയാൻ സാർ എഴുതിയപ്പോൾ മകൾ പ്രേമം എന്നെഴുതിയത് കാന്തനായ യേശു ക്രിസ്തുവിന് കാന്തയായ മണവാട്ടിയുള്ള നിർവ്യാജമായിരുന്ന സ്നേഹത്തിന്റെ പരിണാമമാണ് അവിടെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനെ ഈ പ്രേമം എന്ന് കേൾക്കുമ്പോൾ അല്പം പ്രയാസമുള്ള വാക്കായി പല ആളുകളും കണക്കാക്കിയത് കൊണ്ടായിരിക്കാം പിന്നീട് അത് മകൾ സ്നേഹം എന്ന് ചില ആളുകൾ തിരുത്തുകയും ചിലർ അങ്ങനെ പാടുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പാട്ടും ചെറിയാൻ സാറ് ഒറിജിനലി എഴുതുമ്പോൾ മകൾ പ്രേമം എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇനി അഞ്ചാമത് മറ്റൊരു പാട്ടിൽ വന്ന് തിരുത്തൽ ഞാൻ പറയാം. അത് പൗലോസ് എഴുതിയ പാട്ടാണ്. അദ്ദേഹത്തിന്റെ ജീവിത അനുഭവവശത്താണ് അദ്ദേഹം ആ പാട്ട് എഴുതുന്നത്. അത് വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങൾ അഖിലം തീർത്തിടുവാൻ എന്നുള്ള പാട്ടാണ്. ആ പാട്ട് അതിന്റെ ഒടുവിലത്തെ സ്റ്റാൻസിലേക്ക് വരുമ്പോൾ അഴിയുമെൻ ദേഹം പുഴുതിന്നാലും അഴിയാ മഹത്വത്തിൽ തേജസ്സിൽ വാഴും, അഴിയാ മഹത്വത്തിൽ തേജസ്സിൽ വാഴും, വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങളകിലം തീർത്തിടുവാൻ. ഈ പാട്ട് എഴുതി അദ്ദേഹം കൊടുത്തത് കറക്ഷന് വേണ്ടി ചെറിയാൻ സാറിലാണ്. അപ്പൊ ചെറിയാൻ സാറിനെ കൊടുത്ത് ഇത് പൗലോസോട് തന്നെ നേരിട്ടോട് പറഞ്ഞ കാര്യമാണ്. ഇയാൾ വേറെ ആളുടെ വാക്കായി ഞാൻ കടകൊണ്ടതല്ല എന്നോട് അദ്ദേഹം പറഞ്ഞാണ്. പൗലോസോടിന് സോറിയാസിസ് ഒരു സ്കിൻ ഡിസോർഡർ ഉണ്ടായിരുന്നു. ഞാൻ അത് നേരിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ പല സമ്പലിലും കോളേജിൽ പഠിക്കുമ്പോൾ കടൂരിൽ ഞാൻ താമസമാക്കി തന്നോട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രൂക്ഷമാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ തന്നെ സ്കിന്നുകൾ അത് ഉണങ്ങി വരണ്ടിട്ട് പൊഴിയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ആ പാട്ടിന്റെ ഒടുവിൽ എഴുതുക പൊഴിയുമെൻ ദേഹം പുഴു തിന്നാലും അഴിയാ മഹത്വത്തിൽ തേജസ്സിൽ വാഴുന്നതാണ്. അതായത് ഇന്ന് ചർമ്മസംബന്ധമായി രോഗത്താൽ ബാധിതനായി ഈ സ്കിന്ന് ഇങ്ങനെ പാമ്പിൻ പുറം പോലെ പൊഴിഞ്ഞു പോകുന്നതാണെങ്കിലും അഴിവില്ലാത്ത മഹത്വത്തിൽ തേജസ്സിൽ ഞാൻ കർത്താവിലൂടെ ഈ രോഗ വിമുക്തനായി വാഴും എന്നാണ് അത് എഴുതിയത്. എന്നാൽ ഈ പാട്ട് എഴുതി ചെറിയാൻ സാറിനെ കൊടുത്തപ്പോൾ ചെറിയാൻ സാർ വായിച്ചിട്ട് പറഞ്ഞു, മിസ്റ്റർ തുടിയൻ, ഈ പൊഴിയുക എന്ന് പറയുന്ന വിഷയം എല്ലാവരുടെയും അനുഭവമല്ല. അദ്ദേഹം പറയുന്നത് 100% ശരിയാണ്. അത് തനിക്കുള്ള സ്കിൻ ഡിസീസിനെ സംബന്ധിച്ചാണ് പൊഴിയുക എന്നുള്ളത് പറയുന്നത്. എല്ലാവർക്കും സോറിയാസിസ് ഇല്ലല്ലോ. എന്നാൽ സോറിയാസിസ് ഉള്ള രോഗികൾ ധാരാളമുണ്ട്. എന്നാൽ എല്ലാവരുടെയും ദേഹം അഴിയുന്നതാണ്. അതായത് മരണത്താൽ അത് മണ്ണിലേക്ക് അഴിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് പൊഴിയുമെൻ ദേഹം എന്നുള്ള വ്യക്തിഗതമായിരുന്ന പരാമർശം മാറ്റി അഴിയുമെൻ ദേഹം എന്ന് പൊതുവായ വാക്കിലേക്ക് മാറ്റിയാൽ എല്ലാവരുടെയും അനുഭവമാകുമല്ലോ എന്ന് പറഞ്ഞ ചെറിയാൻ സാറാണ് ആ പദത്തിന് ഒരു തിരുത്തൽ നൽകിയതെന്ന് തുടങ്ങിച്ചാല് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാസ്തവത്തില് ഇങ്ങനെയാണ് ആ പാട്ടിന്റെ പശ്ചാത്തലം ഇരിക്കുന്നത്. അതും വാസ്തവത്തിൽ ഒറിജിനലി എഴുതപ്പെട്ടത് പൊഴിയുമെൻ ദേഹം പുഴു തിന്നാലും അഴിയാ മഹത്വത്തിൽ തേജസ്സിൽ വാഴും എന്നാണ്. ഇനി മറ്റൊരു പാട്ടാണ് യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ എന്ന മറ്റൊരു പാട്ട്. അതില് ആശു തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ എന്നതിന് ഒരു പ്രസംഗി പറഞ്ഞ വ്യാഖ്യാനം എന്നെ വാസ്തവത്തിൽ തരിപ്പിച്ചു കളഞ്ഞു. പ്രസംഗന്റെ വ്യാഖ്യാനം അറിയാവോ? ആശു തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ എന്നുള്ള ലൈൻ അദ്ദേഹം വ്യാഖ്യാനം നൽകിയത് ആ സുതന്റെ കൂടെ വാഴാൻ ഏറെ താല്പര്യപ്പെടുന്നേ എന്നാണ്. അങ്ങനെയല്ല കവി എഴുതുന്നത്. ആശു തന്റെ കൂടെ വാഴാൻ, ആശു എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ എന്നതിന്റെ അർത്ഥം. നമുക്ക് മലയാള ഭാഷയ്ക്ക് സരള സാഹിത്യമെന്നും കഠിന സാഹിത്യമെന്നും രണ്ട് ശാഖകളുണ്ട്. കഠിന സാഹിത്യ രചനകളാണ് യുസ്തൂസ് ജോസഫ് മുതലായ വിദ്വാൻകുട്ടി അച്ഛന്റെയും അതുപോലെ മഹാകവി A.V. സൈമൺ സാറിന്റെയും ഒക്കെ പാട്ടുകളുടെ രചന. അതേക്കുറിച്ചൊക്കെയുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം പല നിലയിൽ കാണുകയുണ്ടായി. സൈമൺ സാറിന്റെ പാട്ടുകളെല്ലാം കഠിന സാഹിത്യത്തിൽ അതേ എഴുതിയിട്ടുണ്ട്. സംസ്കൃത ഭാഷയുടെ അനായാസമുള്ള പ്രവേശനത്വവും മലയാള ഭാഷയിലെ കഠിന പദപ്രയോഗങ്ങളും അർത്ഥവ്യാപ്തിയോടുകൂടി അദ്ദേഹം തന്റെ രചനകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിന് അത് വളരെ അനിവാര്യമായിരുന്നു. കാരണം താൻ ജീവിച്ചു വന്ന ഇടയാറിലെയും അതിന്റെ പരിസര പ്രദേശങ്ങളിലും ആ കാലത്ത് ഹൈന്ദവ സ്നേഹിതരായ ആളുകൾ കീർത്തന സാഹിത്യങ്ങൾ കർണാടക രാഗത്തിലും മറ്റും എഴുതി അത് കീർത്തന സാഹിത്യ ശാഖയിൽ ഉൾപ്പെടുത്തി പാടുകയും മറ്റും ചെയ്യുമ്പോൾ ക്രൈസ്തവർക്ക്
ഈ പറയപ്പെട്ട കർണാട്ടിക് രാഗത്തിലുള്ള പാട്ടുകൾ എഴുതുവാനോ അല്ലെങ്കിൽ സാഹിത്യ ഭാഷയിൽ ഉള്ള പാട്ടുകൾ രചിക്കുവാനോ കഴിവില്ല എന്ന് ചില ആളുകൾ ആക്ഷേപം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല, ക്രൈസ്തവർക്കും നല്ല കഠിനമായ സാഹിത്യ ഭാഷയുടെ അനായാസതയുള്ള പദവിന്യാസം കൊണ്ട് കാവ്യങ്ങൾ രചിക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും ആണ് അദ്ദേഹം കഠിന സാഹിത്യ ഭാഷകളുടെ വിന്യാസത്തിലൂടെ പാട്ടുകൾ പലതും ഇടയിട്ടുള്ളത്. മിക്കവാറുള്ള പാട്ടുകളുടെ ലൈനുകളിൽ ഉപയോഗിച്ചുള്ള കഠിന പദപ്രയോഗങ്ങളുടെ അർത്ഥം സാമാന്യ മലയാളിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് പിന്നീട് വന്ന ആളുകൾ അതിന് ടിപ്പണി രൂപത്തിൽ ഓരോ പദങ്ങൾക്കും പദാനുപ്രദമായ അർത്ഥങ്ങൾ പാട്ടുപുസ്തകത്തിന് തന്നെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംഗീത രത്നാവലിയിലും ഓരോ പാട്ടിന്റെയും വളരെ വളരെ ഭംഗിയുള്ള അതിന്റെ അർത്ഥങ്ങൾ വ്യക്തമായി അക്കമിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ സരള സാഹിത്യത്തിലാണ് സാധാരണ എഴുതാറുള്ള ആളുകൾ എഴുതാറുള്ളത്. ഇപ്പൊ വിൽസൺ കേന്ദ്രനാട് പാട്ട് എഴുതുമ്പോൾ അദ്ദേഹം കഠിന സാഹിത്യത്തിൽ പാട്ട് എഴുതാറില്ല, അദ്ദേഹം സരള സാഹിത്യത്തിലാണ് പാട്ട് എഴുതാറുള്ളത്. ജോർജ് പീരിയഡ്സിന്റെ പാട്ടിലൊക്കെ അങ്ങനെയാണ് വരുന്നത്. പല ആളുകളുടെയും അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. കാര്യം സാധാരണക്കാർക്ക് അനായാസേന പാടാൻ കഴിയുന്ന പാട്ടുകളുണ്ട്, എന്നാൽ സാധാരണക്കാർക്ക് അനായാസേന പാടാൻ കഴിയാത്ത കഠിന സാഹിത്യ പദവിന്യാസം കൊണ്ടെഴുതിയിട്ടുള്ള പാട്ടുകളും ഉണ്ട്. എന്നാൽ അങ്ങനെ ഇവിടെ വരുമ്പോൾ ഇത് കഠിന സാഹിത്യമല്ല. ആശു എന്ന വാക്കിന്റെ അർത്ഥം വേഗത്തിൽ നിന്നാണ്. സൂൺ എന്നാണ്, അസാബ് എന്നാണ് വാക്കിന്റെ അർത്ഥം. ആശു തന്റെ കൂടെ വാഴുവാൻ കാക്ഷിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ കർത്താവിലൂടെ എത്തിച്ചേർന്ന് വാഴുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അല്ലാതെ പ്രസംഗി പറഞ്ഞതുപോലെ ആ സുതന്റെ കൂടെ വാഴാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല. പിന്നെ മറ്റൊന്നാണ് ഈ തമ്പുരാന്റെ തിരുവചനം ഓർക്കവേ പോമാകവേ എന്നൊരു ലൈനുണ്ട്. ആ പാട്ടിനകത്ത് തമ്പുരാന്റെ തിരുവചനം ഓർക്കവേ പോമാകവേ എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. അവിടെ പോമാകവേ എന്നാണ് പാട്ട് കേട്ടിട്ടുള്ളത്. പക്ഷെ ചില ആൾ പാടുമ്പോൾ പോലാകവേ എന്നാണ് പാടുന്നത് കേട്ടിട്ടുള്ളത്. പോമാകവേ എന്ന വാക്കിന്റെ അർത്ഥവും പോലാകവേ എന്ന വാക്കിന്റെ അർത്ഥവും രണ്ട് വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. അപ്പൊ തമ്പുരാന്റെ തിരുവചനം ഓർക്കവേ പോമാകവേ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. ഇനി ക്രൈസ്തവ ലോകത്തെ വളരെ ബാല്യത്തിൽ തന്നെ ഞാൻ കേട്ടുള്ള ഒരു പാട്ടാണ് ആത്മാവാം വഴി കാട്ടി എന്നെ സദാ നടത്തിൽ കൊണ്ടുപോകും വനത്തിൽ കൂടെ സാവധാനത്തിൽ എന്നുള്ള പാട്ട്. ആത്മാവാം വഴി കാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വനത്തിൽ കൂടെ സാവധാനത്തിൽ. ഈ ലോകമാകുന്ന ഗംഭീര വനം എന്ന് പറഞ്ഞാൽ വെളിച്ചമില്ലാതെ കൂരിട്ടുള്ള ഇടതുറന്നുള്ള വളരെ പ്രയാസമുള്ള ഈ ജീവിത യാത്രയിൽ കൊണ്ടുപോകും കൂടെ വനത്തിൽ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടുള്ള വെളിച്ചമില്ലാത്ത ജീവിത പാതകളിൽ കൂടി എന്നെ ചെയ്യും ആത്മാവാം വഴി കാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വനത്തിൽ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ചെയ്യും ഈ ജീവിതയാത്രയുടെ പ്രതിസന്ധിയുള്ള കൂരിട്ടുള്ള വനനിബിഡമായിരുന്ന ജീവിത അനുഭവത്തിലൂടെ എന്നെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകുമെന്നായി പാടുന്നത്. അത് വല്ലം പാടുന്നത് എന്നെ കൊണ്ടുപോകും വാനത്തിൽ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിൽ കൊണ്ടുപോകും, അങ്ങനല്ല. കൊണ്ടുപോകും വാനത്തിൽ എന്നല്ല, കൊണ്ടുപോകും വനത്തിൽ എന്നാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലുള്ള ചില മൈനർ ഡിഫക്ട്സുകൾ, ചെറിയ ചെറിയ തെറ്റുകൾ പാട്ടുകൾ പാടുമ്പോഴും പാട്ടുകളുടെ വാക്കുകൾ തിരുത്തി എഴുതുവാൻ പ്രവണത ഉണ്ടാകുമ്പോഴും ആളുകൾ കാണിക്കാറുണ്ട്. മറ്റൊരു പാട്ടാണ് നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാൻ ആരുമേ. അപ്പൊ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാൻ ആരുമേ. അവിടെ പാട്ടുകാർ എഴുതി പാടുന്നവർ പറഞ്ഞു നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാൻ ആരുമേ. ഞാൻ കേട്ടിട്ടുണ്ട് പല ആളുകളും പാടുന്നത്. പിന്നെ പാട്ടുപുസ്തകത്തിൽ ഒരു പക്ഷേ ആഗ്രഹിപ്പാൻ തന്നെ ആയിരിക്കാം. പാടുമ്പോൾ ചെല്ല് ആശ്രയിപ്പാൻ ആരുമേ എന്നാണ് പാടുന്നത്. അത് ആഗ്രഹിക്കുന്നതും രണ്ടർത്ഥമാണ്. ആഗ്രഹിക്കുന്ന നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീ അല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാൻ ആരും. നിന്നെ അല്ലാതെ എനിക്ക് വേറെ മറ്റൊന്നിലും ആഗ്രഹമില്ലെന്ന് എൻ്റെ അർത്ഥം. അത് കർത്താവിനുള്ള ഡിവോഷനാണ് അവിടുത്തെ ആശ്രയം.
എന്നാൽ കർത്താവിനോട് നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ച, അതാണ് ആഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആശ്രയം എന്ന് പറയുന്നത് ഡിപ്പെൻഡബിലിറ്റിയാണ്. വി ട്രസ്റ്റ് ചെയ്യും, നാം അവനെ എന്ത് ചെയ്യുന്നു, ആശ്രയിക്കുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്. ഇനി വേറൊന്നുകൂടി ഞാൻ പറയാം. 10-ാം സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സാധാരണയായി ഈ പാട്ട് മരണവീടുകളിലാണ് നമ്മുടെ ആൾ പാടുന്നത്. ഇത് നാഗൽ സാഹിബ് എഴുതുന്ന മരണവീട്ടിലേക്കല്ല, സമയമാകുന്ന രഥത്തിൽ സ്വർഗത്തിലേക്കുള്ള സിയോൻ യാത്ര ചെയ്യുന്നവനാണ് ക്രിസ്തീയ ഭക്തൻ എന്ന് ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം കുന്നംകുളത്ത് തന്റെ ബംഗ്ലാവിൽ നിന്നുകൊണ്ട് എഴുതിയ പാട്ടായി ഈ പാട്ട്. അതിന്റെ പശ്ചാത്തലമൊക്കെ ധാരാളം നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. പല ആളുകളും ഈ നാഗൽ സാഹിബ് പാട്ട് എഴുതിയത് അതിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ വളരെ സരളമായ നിലയിൽ വ്യാഖ്യാനിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് എഴുതിയപ്പോൾ അദ്ദേഹം അത് എഴുതിയത് ഇങ്ങനെയാണ്: ഞാൻ സമയമാറ്റത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ടോടിയിടുന്നു എന്നാണ് എഴുതി. എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ടോടിയിടുന്നു. എന്നാൽ നമ്മുടെ ഒരു സിനിമാ നടന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന്റെ ഭൗമശരീരം വഹിച്ചുകൊണ്ട് പോകുമ്പോൾ രാമവർമ്മ ആ പാട്ട് സിനിമയ്ക്ക് വേണ്ടി എഴുതിയപ്പോൾ ഈ ബന്ധപ്പെട്ട് ഓടിയിടുന്നു എന്നുള്ള പദം അദ്ദേഹം മാറ്റിയിട്ട് ഞാൻ തനിയെ പോയിടുന്നു എന്നാക്കി. ഞാൻ തനിയെ പോയിടുന്നു എന്നാക്കി. വാസ്തവത്തില് രാജൽ സാഹിബ് ആ പാട്ട് എഴുതിയപ്പോൾ ഞാൻ എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ട് ഓടിയിടുന്നു എന്നാണ് ആ പാട്ടിന്റെ ലൈനിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അറിവ് ശരിയാണെങ്കിൽ, മുട്ടം വർഗീസ് അവർ എഴുതിയിട്ടുള്ള പാട്ടാണ് ലോകം എനിക്ക് വേണ്ട, ലോകത്തിൽ ഒന്നും വേണ്ട. അദ്ദേഹമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അതെ, ലോകം എനിക്ക് വേണ്ട, ലോകത്തിൽ ഒന്നും വേണ്ട, ലോകത്തിൽ ഒന്നും വേണ്ട എന്നുള്ള ലൈൻ എഴുതുന്നത്. ആ പാട്ട് വേറെ ആരോ തരത്തിൽ ലോകത്തിന് ഇമ്പം വേണ്ട എന്നാക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിൽ ഒന്നും വേണ്ട എന്ന അപ്പൊ അതാണ് ഇവിടുത്തെ ലൈന്. അപ്പൊ ലോകത്തിന് ഇമ്പം വേണ്ടെന്നാക്കി. ലോകത്തിന്റെ ഒന്നും വേണ്ട എന്നുള്ളതും ലോകത്തിന്റെ ഇമ്പം വേണ്ട എന്നുള്ളതും രണ്ട് വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. ഈ പാട്ട് ഞാൻ മുട്ടത്തിന്റെ പറഞ്ഞ എന്റെ പേരിൽ അടിപിടി കൂടാനും വരരുത്, എന്റെ ഓർമ്മയിൽ പറഞ്ഞ വേറെ ആരും എഴുതിയാണെങ്കിൽ സദയം ക്ഷമിക്കണം. എന്നാൽ ഈ അടുത്ത് പറയാൻ പോകുന്നത് മുട്ട എഴുതിയാണ്. അത് ഇപ്പൊ ലോകം എനിക്ക് വേണ്ട, ലോകത്തിനൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ലോകത്തിന്റെ ഒന്നും ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ലോകത്തിലൊന്നും വേണ്ട എന്ന് ലോകത്തിന്റെ ഇമ്പം വേണ്ട എന്ന് തിരുത്തി എഴുതി. വലിയ വ്യത്യാസമില്ലെങ്കിലും അർത്ഥവ്യത്യാസമുണ്ട്. മറ്റൊന്നാണ് അന്ത്യകാലം വന്നെടുത്ത് പെന്തക്കോസ്തിന് വേല ചെയ്യുവിൻ എന്നാണ് മുട്ടം വർഗീസ് എഴുതിയിരിക്കുന്നത്. അന്ത്യകാലം വന്നെടുത്ത് പെന്തക്കോസ്തിന് വേല ചെയ്യുവിൻ. അത് മുട്ടം തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേജിലെ പ്രസംഗത്തിൽ ഈ പാട്ട് തിരുത്തി. അദ്ദേഹം തിരുത്തിയതിനെ അദ്ദേഹം എങ്ങനെയാണ് എഴുതിയതെന്ന് പറഞ്ഞ് അദ്ദേഹം പാടിയത് ഞാൻ കേട്ടിട്ടുണ്ട്. യൂട്യൂബിൽ അത് കിടപ്പുണ്ട്. പക്ഷെ അത് പെന്തക്കോസ്തിൻ വേല എന്നുള്ളത് പെന്തക്കോസ്തിൻ ജ്വാലയാക്കി ചില ആളുകൾ. എന്തറിയാവോ? പെന്തക്കോസ്തിലെ അഗ്നിജ്വാലകൾ പോലെ പിളർന്നു വയ്ക്കുന്ന നാവുകൾ പ്രത്യക്ഷമായതായിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പെന്തക്കോസ്തിന്റെ ഒരു ചെറിയ രുചിയും കൂടെ അതിനകത്ത് കലർത്തിക്കൊണ്ട് പെന്തക്കോസ്തിൻ വേല ചെയ്യുവിൻ എന്നുള്ള ആഹ്വാനം പെന്തക്കോസ്തിൻ ജ്വാലയാക്കി മാറ്റി തീർന്നു. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഒരു പാട്ടുകാരൻ ഒരു പാട്ട് എഴുതുമ്പോൾ അതേ ഒരു കവിയാണ്. അദ്ദേഹത്തിന് ഒരു ഭാവന സമ്പന്നതയുണ്ട്. അതുപോലെ തന്നെ ഭാഷയുടെ ഒരു ഉപയോഗപ്രദമായ വിന്യാസ രീതിയുമുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന ആശയങ്ങളെ തൂലികത്തുമ്പിലൂടെ അദ്ദേഹം എഴുതി വെക്കുക ചെയ്യുന്നത്. ഒരു പാട്ടുകാരൻ ഒരു പാട്ട് എഴുതുമ്പോൾ ഏതൊരു പശ്ചാത്തലത്തിൽ യാതൊരു ഉദ്ദേശത്തോടെ അദ്ദേഹം അത് എഴുതിയതോ എന്നുള്ളത് അദ്ദേഹത്തിനാണ് വ്യക്തമായി അറിയാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് വാസ്തവത്തില് മുമ്പ് സൈമൺ സാറിന്റെ പാട്ടിനെ കുറിച്ചുള്ള വിവാദം വന്നപ്പോഴും ഞാൻ പറഞ്ഞത്. സ്വർഗ കാമിനി ഗണമമിത കുതുകമോടാതരാലരികെ വരുന്നവ കൈകളെ കാന്തൻ പിടിക്കും മോദവാൻ നിത്യസ്നേഹഭവനത്തിനുള്ളിൽ പോകുവാൻ. അപ്പൊ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സൈമൺ സാർ എഴുതിയിരിക്കുന്ന ആ പാട്ടിനകത്ത് സ്വർഗ കാമിനി ഗണം എന്ന് പറയുന്നത് രംഭ, തിലോത്തമ, പിന്നെ രണ്ടുമൂന്നുണ്ടല്ലോ അറിയുക, മേനക, രംഭ, തിലോത്തമ എന്ന് പറയുന്ന 3 കാമിനികളെ കുറിച്ചാണ് സൈമൺ സാർ ധ്യാനിച്ച് എഴുതിയതെന്ന് നോക്കി ഒരു ആക്ഷേപം ഒരു കാലത്ത് ഇതേക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ ചില ആളുകൾ മുമ്പോട്ട് വെച്ചു. സൈമൺ സാർ സ്വർഗ കാമിനി ഗണം അമിത കുതുകമോ ആദരാൽ അരികെ വരും തവ കൈകളെ കാന്തൻ പിടിക്കും മോദവാൻ നിത്യ സ്നേഹഭവനത്തിനുള്ളിൽ പോകുവാൻ എന്നെഴുതിയപ്പോൾ
സൈമൺ സാറിന്റെ മനസ്സിനകത്ത് മേനകയും രമ്പയും തിരുവത്തൊന്നും എമ്പതുമായിരുന്നു. സൈമൺ സാർ അങ്ങനെ സ്വപ്നം പോലും ചിന്തിച്ചിട്ടില്ല. സ്വർഗകാമനീകരണം, സ്വർഗത്തെ കാക്ഷിക്കുന്നവർ, അതായത് സ്വർഗീയ ദൂതന്മാർ എന്നതിന്റെ അർത്ഥം. സ്വർഗത്തെ കാക്ഷിക്കുന്നവരാരാണ്? സ്വർഗത്തിന്റെ ദൂതന്മാരാണ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരായ വിശുദ്ധന്മാർ ഒന്നിച്ചുകൂടിയ കർത്താവിന്റെ സഭ സ്വർഗത്തിലേക്ക് കർത്താവ് കൊണ്ടുവരപ്പെടുമ്പോൾ സ്വർഗത്തിലെ സകല ദൂതന്മാരും കുനിഞ്ഞ് ഈ കാമിനി അല്ലെങ്കിൽ ഈ കർത്താവിന്റെ മണവാട്ടിയായ സഭയെ കാണുവാൻ കാണിക്കുന്ന വ്യഗ്രതയാണ് കവി തന്റെ ഭാവനയിൽ അവിടെ ഭാഷാസ്വാധീനത്തിലൂടെ വിന്യസിച്ചിരിക്കുന്നത്. അതാണ് സ്വർഗ കാമിനിഗണം. ആ മണവറയ്ക്കടുത്തു നീ അണയും, ആ മണവറയ്ക്കടുത്തു നീ അണയും സമയത്ത്, ആ മണവറയ്ക്കടുത്തു നീ അണയും സമയത്ത് ശ്രീ മഹാരാജിയെ നിന്നെ കാണുവാൻ, ശ്രീ മഹാരാജിയെ നിന്നെ കാണുവാൻ സ്വർഗ കാമിനി ഗണമമിത കുതുകമോടാതരാലരികെ വരും തവ കൈകളെ കാന്തൻ പിടിക്കും മോദവൻ നിത്യസ്നേഹഭാവനത്തിനുള്ളിൽ പോകുവാൻ മേലിലുള്ള ഋഷലേമേൽ കാലമെല്ലാം കഴിയുന്ന നാളിൽ എന്നെ ചേർക്കണേ നിൻ കൈകളിൽ. നാദാ ലളിത കൃപയുടെ വർഷമനുദിനം അനുഭവിപ്പതിനരുളണേ സഭ യാഗുമേ പുഷ്പമാം സാധു നൈതലിൽ. ആ മനോഹരമായ പാട്ട് അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ എഴുതുമ്പോഴ് കർത്താവിന്റെ സഭയുമായി കർത്താവ് സ്വർഗത്തിലൂടെ അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ, അതായത് സഭയെ ഭൂമിയിൽ നിന്ന് കൈക്കൊണ്ട് തന്റെ ചിരകാല പ്രതീക്ഷാവശ്യമായി ആത്മമണവാളനുമായി സഭാകാന്ത സ്വർഗത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് സ്വർഗത്തിലെ സകല ദൂത സൈന്യവും ഒന്നിച്ച് ആദരവോടെ ഈ കാന്തയെ കാണുവാനായി കാത്ത് എത്തി നോക്കുന്ന ആ സുന്ദരമായിരുന്ന നിമിഷത്തെ കവി സങ്കല്പത്തിൽ അദ്ദേഹം ഭാഷയിലൂടെ വിന്യസിക്കുകയാണ് ചെയ്യുന്നത്. അവ ഇത്ര മനോഹരമായ പാട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള അനേക ഗാനങ്ങൾ ഒക്കെ കവികൾ എഴുതിയിട്ടുള്ളത് എഴുതുമ്പോൾ അവരുടെ മനസ്സിൽ ഭാവനയുണ്ട്, അവരുദ്ദേശിച്ച ഒരർത്ഥമുണ്ട്. അവരുദ്ദേശിച്ച അർത്ഥത്തെ തകിടം മറിക്കുന്ന പ്രവൃത്തിയാണ് പിന്നീടുള്ള ആളുകൾ അതിലെ ലൈനുകളോ അതിലെ വാക്കുകളോ ഒക്കെ മാറ്റി കളയുക എന്ന് പറയുന്നു. അപ്പൊ അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും പാട്ടുകളുടെ വാക്കുകൾക്ക് രൂപഭാവം മാറ്റം ഉണ്ടാക്കണമെന്ന് ഏതെങ്കിലും അനുവാദികരായ ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ എഴുതിയ ആളിനോട്, ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ നേരിട്ട് ചോദിക്കണം, അങ്ങനെ എഴുതിയിട്ടുള്ള ഈ പാട്ടിലെ ഈ ലൈനുകൾ തെറ്റായ രാഷ്ട്രീയമാണോ തരുന്നത്, അത് അല്പം തിരുത്തൽ ആവശ്യമല്ലെന്ന് ചോദിച്ചാൽ അദ്ദേഹം കൂടെ കൺവിൻസ്ഡ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ സമൂഹത്തോടെ തിരുത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിശ്രമങ്ങൾ തികച്ചും എഴുത്തുകാരന്റെ ആശയത്തോടും അദ്ദേഹത്തിന്റെ ലക്ഷ്യബോധത്തോടും ചെയ്യുന്ന അപരാധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് പറയുമ്പോൾ തന്നെ ഈ പാട്ടുകളെ കുറിച്ച് വലിയ നിരൂപണം പറയാൻ കഴിയുന്ന സാഹിത്യകാരനൊന്നുമല്ല ഞാൻ. ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ്, പാടാൻ കഴിവില്ലാത്ത ആളാണ്. എങ്കിലും പാട്ടുകളെ അത് കുറഞ്ഞപക്ഷം പാടാൻ കഴിയില്ലെങ്കിലും വായിച്ചതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനുള്ള കൃപ ദൈവം ബലഹീനായ എനിക്കും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും എഴുത്തുകാർ എഴുതിയിട്ടുള്ള പാട്ടിന്റെ അടിസ്ഥാനപരമായിരുന്ന മതവിന്യാസങ്ങളെ അടർത്തി മാറ്റുവാനായി ഇടയാകരുത് എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം മുഖാന്തരമായി തീർന്നത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ചർച്ചാ വിഷയമായി വന്നിരുന്ന ഈ മാസില മണവാട്ടിയായി നിന്നെ വേഗം ചേർന്നത്, യേശു മണവാളിൽ ചേർത്തിടും വേഗം മാസില്ല മണവാട്ടി ആയി നിന്നെ. മാസില്ല മണവാട്ടി എന്ന് പറഞ്ഞാൽ കുറവുകളില്ലാത്ത സഭ എന്ന് തന്നെയാണ്. സഭയെ കർത്താവ് നിഷ്കളങ്കയായിട്ടാണ് എപ്പോഴും കാണുന്നത്. നമ്മളെല്ലാം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉപദേശിയായാലും മൂപ്പനായാലും പാസ്റ്ററായാലും വിശ്വാസിയായാലും മനുഷ്യൻ നോക്കുമ്പോൾ ഒരുപാട് കുറവുകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച ക്രിസ്തുവിന്റെ കാന്തയായ സഭയെ പിതാവായ ദൈവം ക്രിസ്തു എന്ന ദർപ്പണത്തിലൂടെ നോക്കുമ്പോൾ ശുദ്ധയും നിഷ്കളങ്കയും അതുപോലെ പൂർണ്ണതയുള്ളവളുമായിട്ടാണ് സഭയെ കർത്താവ് കാണുന്നത്. അപ്പോൾ അവിടെ പാട്ടുകാരൻ ഉദ്ദേശിക്കുന്ന ആശയം യേശു മണവാളൻ ചേർത്തിടും വേഗം മാസില്ല മണവാട്ടിയായതിനെ എന്ന് പറഞ്ഞാൽ യാതൊരു ഊനവും കുറവുമില്ലാത്ത ആ സഭയെ എന്ത് ചെയ്യും? കർത്താവ് വേഗത്തിൽ ചേർക്കുന്നതാണ്. എഫേസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങളാണ് പാട്ടുകാരൻ ഈ പദം അവിടെ വിന്യസിപ്പിക്കുവാൻ പ്രേരകമായി തീർന്നത്. അതായത് അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കണമെന്ന്, കറ, ചുളുക്കം, മാലിന്യം, കോട്ടം മുതലായവ ഒന്നും തന്നെ ഇല്ലാതെ
തനിക്കായി തന്നെ ശുദ്ധയും നിഷ്കളങ്കയുമായി നിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ സഭയെ കർത്താവ് ശുദ്ധയും നിഷ്കളങ്കയുമായി നിർമ്മലയാക്കിയാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. അവിടെ ഉപയോഗിക്കുന്ന ചേസ്റ്റ് വെർജിൻ എന്ന ഇംഗ്ലീഷ് വാക്കാണ് നിർമ്മല കന്യക. അതേ അർത്ഥം തന്നെയാണ് ഈ മാഷില്ല മണവാട്ടി എന്ന് പറഞ്ഞാൽ യാതൊരു മാലിന്യവുമില്ലാത്ത, യാതൊരു കുറവുമില്ലാത്ത, സമ്പൂർണതയുള്ള സൗന്ദര്യരൂപണിയായിരിക്കുന്ന സഭ എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ മാഷില്ല എന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ വേദന ചെയ്തു, അത് ശോഭിത എന്ന് കൺവേർട്ട് ചെയ്തു. അപ്പൊ നമ്മള് ഇവിടെ വാസ്തുവിൽ മനസ്സിലാക്കേണ്ടത്, ഏതൊരു വ്യക്തി ഒരാശയം എഴുതിയാലും ആ വാക്കില് അടിസ്ഥാനപരമാകുന്ന ഉപദേശ വൈകൃതങ്ങളില്ലെങ്കിൽ, രക്ഷയെ സംബന്ധിച്ചോ നമ്മുടെ ഭാവിയെ സംബന്ധിച്ചോ അതുപോലെയുള്ള അടിസ്ഥാനപരമായ ഉപദേശ വിഷയങ്ങളുള്ള ഗുരുതരമായ പെശക ഇല്ലെങ്കിൽ ആ വാക്കിൽ തിരുത്താൻ നമ്മൾ ശ്രമിക്കരുത്. എന്നാൽ ഉപദേശപരമായ തിരുത്തലുകൾ വാസ്തവത്തില് ഇപ്പം ആവശ്യമുള്ള ചില പാട്ടുകളുണ്ട്. ഇപ്പൊ യുസ്തൂസ് ജോസഫ് എന്ന് പറയുന്ന വിദ്വാൻകുട്ടി അച്ഛൻ തന്നെ എഴുതിയിട്ടുള്ള പാട്ടുകൾ മർത്തമായിലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പാടുന്ന പാട്ടാണ് ആത്മാവെ വന്നിടുക, വിശുദ്ധാത്മാവെ വന്നിടുക എന്നുള്ള ഒരു പാട്ടുണ്ട്. അതില് അപ്പോസ്തലൂരിൽ ഇറങ്ങിയ ഈ വണ്ണം ഈ പാപിയ എന്മേൽ വന്ന എന്ന് പറഞ്ഞൊരു ശൈലുണ്ട്. ആ വാസ്തവത്തില് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ പരിശുദ്ധാത്മാവിനെ പിന്നെ ക്ഷണിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ വസിക്കുന്നതാണ് അതിലെടുത്ത് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കാൻ ഇമ്പകരവും അർത്ഥസമ്പുഷ്ടമാണെങ്കിലും വിദ്വാൻ കുട്ടിയച്ഛനെ പോലെയുള്ള പ്രശസ്തന്മാരായ ആളുകൾ ഭാഷയുടെ വളരെ അതിയായ കഴിവുള്ള ആളുകളാണെങ്കിൽ തന്നെയും ഉപദേശപരമായ ചില ന്യൂനതകൾ അങ്ങനെയുള്ള ചില പാട്ടുകളിലെ ലൈനുകൾ വന്നിട്ടുണ്ട്. അത് വേണ്ടി വന്നാൽ നമുക്ക് ഒന്നുകിൽ പാടാതിരിക്കാം, അല്ലെങ്കിൽ ആവശ്യം വന്നാൽ കറക്ഷൻ ചെയ്യാം, അതിൽ തെറ്റില്ല. എന്നാൽ അങ്ങനെ അല്ലാത്തവ യാതൊരു നിലയിലും തിരുത്തൽ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. ചെറിയാർ സാർ തന്നെ എഴുതിയ പാട്ടിനകത്ത് മകൾ പ്രേമം എന്ന പാട്ട്, മകൾ പ്രേമം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അലർജി ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമുണ്ട്. പ്രേമം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഉടൻ തന്നെ കമിതാക്കളായ ആളുകൾ, യുവതി യുവാക്കന്മാര് അവർ ലൈംഗിക താല്പര്യത്തോടുകൂടി പരസ്പരം അവർക്കുള്ള അനുരാഗപരമായ സ്നേഹത്തെയാണ് പലപ്പോഴും ഓർമ്മയിലേക്ക് വരുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ മകൾ പ്രേമം എന്ന വാക്ക് പാടാൻ പ്രയാസമുണ്ടായി ചില മകൾ സ്നേഹം എന്നതിനെടുത്ത് എടുത്തു പാടുന്നു. അതിന്റെ ആവശ്യമില്ല. ചെറിയ സാറിന്റെ പറഞ്ഞിട്ടുണ്ട്, താൻ ഉദ്ദേശിച്ച മകൾ പ്രേമം തന്നെയാണ്. ക്രിസ്തുവിന് സഭയുള്ളത് ശുദ്ധമായ പ്രേമമാണ്, അതായത് നിർമ്മലമായ അനുരാഗമാണ്. ലൈംഗിക അനുരാഗമല്ല, ശുദ്ധമായ അനുരാഗം എന്നാൽ അത് ഉദ്ദേശിച്ച് തന്നെ എഴുതിയെന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ നിർത്തുകയാണ്. ഏതൊരു വ്യക്തി ഒരു പാട്ട് എഴുതിയാലും ആ പാട്ടിലെ വരികൾ തിരുത്താനുള്ള അധികാരം അവർക്ക് മാത്രമാണ്. അൺലെസ് അതർവൈസ് ഇഫ് ദർ ഈസ് ഫൗണ്ട് ഡോക്ടറൽ ഡിസ്ക്രിപ്പൻസീസ് ഇൻ ഇറ്റ്, അതിലെ ഉപദേശപരമായ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തിരുത്താൻ മുതിരാവൂ. അല്ലെങ്കിൽ എഴുതിയ ആളുകളോട് നമ്മൾ വിശ്വസ്തത പുലർത്തേണ്ടത് ആവശ്യമാണ്. ഏറ്റുപാടുവാനുള്ള അധികാരമാണ് നമുക്കുള്ള അവകാശമാണുള്ളത്, തിരുത്താനുള്ള അവകാശമല്ല എന്നുള്ളത് മനസ്സിലാക്കണം എന്ന് പറയാൻ വേണ്ടി ഇന്ന് രാവിലെ ഞാൻ എഴുതിയ ആർട്ടിക്കിളിന്റെ ഒരു വിശദീകരണം വന്ന് ഞാൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നിങ്ങളെ എല്ലാവരെയും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സുവിശേഷം ടൈറ്റസ് ഫ്രം ഇടയാറും.